അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത് ട്രിബിറ്റിൻ്റെ എക്സ് സൗണ്ട് ഗോ എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസിങ് ഞാനിപ്പോൾ, അതായത് ഇത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ 2800 ആണ്. 2815 എക്സാക്റ്റ് പറയും. ഞാൻ വാങ്ങിയത് 2400 ആണ് ഡ്യൂറിങ് സെയിൽ ടൈം. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്, 400 റുപ്പീസിന് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ 2 ദിവസം മുമ്പേ നോക്കിയപ്പോൾ ഇതിന് 3200 ആയിരുന്നു. ഞാൻ ഈ പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് വേർഷനാണ്. ഇതിൻ്റെ കറൻ്റ്ലി ഇതിൻ്റെ ബ്ലൂ, അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് യെല്ലോ കളറും വൈറ്റ് കളറും അവൈലബിൾ ആണ്. ആക്ച്വലി വൈറ്റ് ലുക്സ് റിയലി പ്രീമിയം. നിങ്ങൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ആക്ച്വലി ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ ഫസ്റ്റ് ഇനീഷ്യലി പേര് മെൻഷൻ ചെയ്ത പോലെ ഇതൊരു അപ്ഡേറ്റഡ് വേർഷനാണ്. ട്രിബിറ്റിൻ്റെ ഒരു എക്സ് സൗണ്ട് ഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ വേർഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ പോലെ, പക്ഷേ അവർ ജസ്റ്റ് നെയിം ചെയ്ത അപ്ഡേറ്റഡ് വേർഷൻ എക്സ് സൗണ്ട് ഗോ എന്ന് മാത്രമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്, ബട്ട് അത് വലിയ രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് നോക്കുന്ന മുമ്പ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആക്ച്വലി കാണിക്കാം. ഒന്ന് IPX വാട്ടർ പ്രൂഫ് വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി പഴയ വേർഷനിലുള്ളതാണ്. പിന്നെ സ്റ്റീരിയോ പെയറിങ് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.3 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ബ്ലൂടൂത്ത് 5.0 ആയിരുന്നു. പിന്നെ സ്റ്റീരിയോ പെയറിങ് പഴയ വേർഷനിൽ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ പുതിയതിന് ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ആപ്പ് സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുന്നത്. ഞാനത് കണക്ടിവിറ്റി സെക്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ പഴയ വേർഷന് ആപ്പ് കണക്ടിവിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, പിന്നെ ഇതിലൊരു DSP ചിപ്പ് കൂടി വന്നിട്ടുണ്ട്, ഓഡിയോ അനലോഗ് കാര്യങ്ങൾ സംതിങ്. സോ അതാണ് മെയിൻലി വന്ന ഡിഫറൻസ് ഉള്ളത്. ബാക്കി ബിൽഡ് ആൻഡ് ഡിസൈനിലൊക്കെ എക്സാക്ട് സെയിം കാര്യമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ല, ഹൗ ഐ യൂസ് അതേപോലെ എടുത്തിട്ട് വന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 മന്തിൻ്റെ അടുത്ത്. നമുക്ക് ആദ്യം ബിൽഡിലേക്ക് വന്നാൽ നമുക്ക് മുമ്പിൽ ഒരു മെറ്റൽ ഒരു ഗ്രില്ലാണ് വരുന്നത്. ആൻഡ് നൈസ്. ആൻഡ് നമുക്ക് ട്രിബിറ്റിൻ്റെ ഒരു ലോഗോ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഒരു സോഫ്റ്റ് ടച്ച് ഫിനിഷാണുള്ളത്. ഓക്കെ, ഇത് ഇത്ര വൃത്തികേടായിട്ടുണ്ടെന്ന് ഞാൻ ആക്ച്വലി ക്യാമറയിലേക്ക് കൂടിയാണ് മനസ്സിലാവുന്നത്, നേരിട്ടാണ് ഇത്ര വൃത്തികേടില്ല. ഓക്കെ, ഇതിലൊരു സോഫ്റ്റ് ടച്ച് ഫിനിഷാണ് വന്നത്. നിങ്ങൾ അത്യാവശ്യം നീറ്റായിട്ട് യൂസ് ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് നിന്നോളൂ. പക്ഷേ എൻ്റെ യൂസിങ് അത്ര നീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ വന്ന ഇവിടെ എക്സ് സൗണ്ട് ഗോ എന്നുള്ളത് ലേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് DC 5 വാട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത്. നമുക്ക് ചാർജിങ് സ്ലോട്ട് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഓക്സ് കേബിൾ Type-C കണക്ടിവിറ്റി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി 24 hours ആണ് കമ്പനി പറയുന്നത്. എൻ്റെ അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ലൈഫാണ് 24 hours എന്നൊക്കെ പറയുന്നത്. എനിക്ക് എൻ്റെ യൂസിൽ അറൗണ്ട് 16 hours പ്ലസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ആ ഒരു ഡീസൻറ്റ് ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബിൽഡിലേക്ക് വന്നാൽ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഞാനൊരു കാര്യത്തിൽ എക്സ്ട്രാ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതെൻ്റെ ടേബിളാണ്, എൻ്റെ ലാപ്ടോപ്പ് ഇവിടെയുണ്ട്. ഞാനിത് ഈ പ്രൊഡക്റ്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ലാപ്ടോപ്പ് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് വെക്കുകയാണെങ്കിൽ എൻ്റെ ഡയറക്ഷനിലുള്ള സ്പീക്കർ ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നത് നേരെയാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിത് എൻ്റെ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യണം. നമുക്ക് ചെറിയ ഓപ്ഷൻ ഉണ്ട് ഇവിടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഇത് എവിടെയും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല ഇങ്ങനൊരു സാധനമുള്ള കാര്യം. ആൻഡ് ഇത് ക്ലവർലി എൻജിനീയർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ 2 സ്റ്റാൻഡ് മാത്രമാണ്. ഈ ഒരു കേവും 2 സ്റ്റാൻഡുമാണ് ഈ ഒരു ടിൽറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ടിൽറ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ എൻറ്റയർലി മാറ്റർ ചെയ്യും. ഓക്കെ, ഇത് ട്രിബിറ്റ് ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായി. ഇങ്ങനൊരു ടിൽറ്റ് ആക്ച്വലി ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ നമ്മൾക്ക് മേലേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് സോഫ്റ്റ് ടച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഓക്കെ, പവർ ബട്ടണിലേക്ക് വന്നാൽ തന്നെ ലെറ്റ് മീ ചെക്ക് എൻ്റെ ഫോണിൽ ഇത് കണക്റ്റഡ് ആണോ എന്ന്. ഓക്കെ, നമുക്ക് പവർ ബട്ടണിലേക്ക് വന്നാൽ ഓക്കെ, ഇവിടെ പവർ ഓൺ ചെയ്താൽ നമുക്കൊരു ബ്ലൂ ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ചാർജിങ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചാർജ് കുറയുമ്പോഴും ഇതിനൊരു റെഡ് ഇൻഡിക്കേഷൻ കൂടിയുണ്ട്. ഓക്കെ, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ പെയറിങ് ബട്ടൺ ഉണ്ട്. നമുക്കിത് ടാപ്പ് ചെയ്ത് പെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അറൗണ്ട് ഡിവൈസൊക്കെ കാണിക്കാൻ പറ്റും. ഇതിന് ഡുവൽ കണക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സെയിം ടൈം 2 ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ കാര്യം കണക്ടിവിറ്റി സംസാരിക്കാം. പിന്നെ പ്ലേ പോസ് ബട്ടൺ ഉണ്ട്, വോളിയം +&- ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലൂടെ വരുന്ന ബട്ടൺസ്. നമുക്ക് ഈക്വലൈസർ ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഇല്ല ഡിഫോൾട്ട്. അത് ഒരു മോശമായിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ ആപ്പിൽ ആക്ച്വലി സെർച്ച് ചെയ്തപ്പോഴും അങ്ങനൊരു നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബട്ടൺ ഇല്ല. വെയിറ്റ്, എൻ്റെ ഏതൊരു സീരീസ് പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഗെയിം ഓഫ് ത്രോൺസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ ബിൽഡിലേക്ക് വരുന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ടിവിറ്റിയിലേക്ക് വന്നാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ കണക്ടിവിറ്റിയിൽ ഇതിൻ്റെ
ആപ്പിൽ ആക്ച്വലി കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഡിഫോൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഇതൊരു എക്സ് ബേസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഒരു എക്സ് ബേസ് എക്സ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഫോൾട്ട് ഓപ്ഷനിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾക്ക് ഒരു 70-80% ആൾക്കാർക്കും ഇതിൻ്റെ ഓഡിയോ, ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഓഡിയോ, നിങ്ങൾ ആപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്. ആപ്പിൽ വന്നാൽ നമുക്ക് 2-3 ഓപ്ഷൻസ് എക്സ്ട്രാ യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഒന്ന് നമുക്ക് ഈ ബേസ് ഓഫ് ആക്കാൻ പറ്റുന്നുള്ളതാണ്. രണ്ടാമത് പോഡ്കാസ്റ്റ് ഓപ്ഷനാണ്. അതായത് വോക്കൽസിനെ കുറച്ചും കൂടി പ്ലസൻ്റ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രാക്കൊന്നുമില്ല, മ്യൂസിക്കല്ല, മൂവിയല്ല, ജസ്റ്റ് ആൾക്കാർ പറയുന്നത് ലിസൺ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ബേസ് നല്ലോണം കുറക്കും, വോക്കൽസ് നന്നായിട്ട് പ്രസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യും. ആൻഡ് അതും അത്യാവശ്യം നല്ല രീതിയിൽ ആക്ച്വലി ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഭയങ്കര മിനിമലാണ്. പ്രത്യേകിച്ച് ഇതിൽ വേറെ കാര്യങ്ങളില്ല. നമുക്ക് ഈക്വലൈസർ സെറ്റ് ചെയ്യാം, നമുക്ക് നമ്മളെ രീതിയിൽ സെറ്റ് ചെയ്യാം, വേറെ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ആൻഡ് ആപ്പിന് ആക്ച്വലി റേറ്റിംഗ് കുറവാണ്. മേ ബി ഇതുകൊണ്ടായിരിക്കും. ഫീച്ചേഴ്സ് തീരെയില്ല, വളരെ ലിമിറ്റഡ് ആണ്. ബട്ട് ഉള്ള ഫീച്ചേഴ്സ് ആക്ച്വലി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പെയറിങ് എനിക്ക് പറയേണ്ടത് ഇതിൻ്റെ പെയറിങ് സ്പീഡാണ്. ഇത് ആക്ച്വലി എൻ്റെ TWS ഉണ്ട്. ഇതാണ് എൻ്റെ മൂൺ ഡ്രോപ്പിൻ്റെ പേര് പറഞ്ഞല്ലോ, അയ്യോ, സ്പേസ് ട്രാവൽ, സോറി. ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് പെയർ ആവും എൻ്റെ ലാപ്ടോപ്പായിട്ടും ഫോണായിട്ടും. അത്രയും സ്പീഡാണ്. ഇത് ആക്ച്വലി ബ്ലൂടൂത്ത് 6.0 ആണ് എൻ്റെ ഓർമ്മ. ഇത് ബ്ലൂടൂത്ത് 6.0 ആണ്. ബട്ട് സ്റ്റിൽ ഇതാണ് എൻ്റെ ഫാസ്റ്റായിട്ട് പെയർ ആവുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിത് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ, ഇതിപ്പം ഞാൻ വെച്ചാൽ ബ്ലൂടൂത്ത് പവർ ഇത് ചെയ്തുകൊണ്ടാണ് എനിക്കൊന്ന് എൻ്റെ ലാപ്പുമായിട്ട് കണക്റ്റ് ആവേണ്ടിയാണ്. ഓക്കെ, കണക്റ്റഡ്. ഇത്ര സ്പീഡിൽ ആക്ച്വലി എൻ്റെ ഇയർഫോൺസ് കണക്റ്റ് ആവുന്നത്. അത് ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ സ്ലോ ആയതുകൊണ്ടായിരിക്കും, ബട്ട് ഈ സ്പീക്കർ അത്രയും സ്പീഡിൽ കണക്റ്റ് ആവുന്നുണ്ട്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലത്തെ നിങ്ങൾക്ക് സ്റ്റീരിയോ സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ട്രിബിറ്റിൻ്റെ ഏത് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ മോഡ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി അത്യാവശ്യം കൺവീനിയൻസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വേറെ റിവ്യൂസ് കണ്ടു. കാരണം എൻ്റെ അടുത്ത് ഇതിൻ്റെ സെക്കൻഡ് സ്പീക്കറിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്ത കാര്യം, ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഡുവൽ പെയറിംഗ് മോഡാണ്. ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ള ഈക്വലൈസർ സെറ്റിംഗ് ഇല്ല. ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പിൽ നിങ്ങൾ ആക്ച്വലി ഇതൊരു എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കുകയാണ്, ബട്ട് നിങ്ങളുടെ സ്പീക്കർ ബേസ് മോഡിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ബേസിന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാപ്പിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. ബ്ലൂടൂത്തിന് സ്പീക്കറിൻ്റെ മേലെ നമുക്ക് ഈക്വലൈസർ മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മൾ ഫോണിലേക്ക് റീകണക്ട് ചെയ്യണം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ ഇതിന് ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത് എടുത്തു പറയുന്ന കാര്യം, ഈ ബഡ്ജറ്റിലധികം സ്പീക്കേഴ്സിന് ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ട് വരുന്നില്ല. ഒരു 5K മുകളിലോട്ടൊക്കെ ഞാൻ അധികം സ്പീക്കേഴ്സിലും കണ്ടിട്ടുള്ളൂ. ഡ്യുവൽ പെയർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലിലും സെയിം ടൈം ഇത് കണക്റ്റഡ് ആയിരിക്കും. മൊബൈലിൽ എന്ത് ചേഞ്ച് ചെയ്താലും ലാപ്ടോപ്പ് ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നാണ് ഓഡിയോ റിസീവ് ചെയ്യുന്നത്, പക്ഷേ മൊബൈലിൽ ആപ്പിൽ എന്ത് ചേഞ്ച് ചെയ്താലും ഇതൊന്ന് ഓട്ടോമാറ്റിക്കലി മാറും. ബിൽഡിൽ പറയാൻ വിട്ടു ഇതിൻ്റെ സൈസാണ്. ഇറ്റ്സ് റിയലി കോമ്പാക്റ്റ്. എൻ്റെ 2 പാം ചേർത്ത് വെച്ചുള്ളൊരു വിഡ്ത്താണ് ഇതിന് വരുന്നത്. ആൻഡ് എനിക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ അത്യാവശ്യം ഈസിയാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്, കുറച്ച് ഹെഫ്റ്റാണ്, ബട്ട് അത് വേണം. സ്പീക്കറാണല്ലോ, വെയിറ്റ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടുന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ്. ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു വെയിറ്റ് ആക്ച്വലി ഇതിനുണ്ട്. ആ പ്ലാസ്റ്റിക് ഈ ചീപ്പ് ഫീലൊന്നും ഒരിക്കലും ട്രിബിറ്റ് നമുക്ക് സ്പീക്കർ ഓൺ ഹാൻഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി സാധനമാണല്ലോ. നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും ഭയങ്കര ഈസി ആയിട്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത് ഇതിൻ്റെ 16 വാട്ട് സ്പീക്കറാണ്. ഓക്കെ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി മെയിൻ കാര്യം. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഈ പ്രൈസിലെ ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ 2.5K സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൈസിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഈ പേര് വിട്ടി മറന്നുപോയി, എക്സ് സൗണ്ട് ഗോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിന് ഒരു കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മെയിൻലി പ്രോട്ടോണിക്സിൻ്റെ സൗണ്ട്രം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അത് ആക്ച്വലി ചീപ്പാണ്. പിന്നെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ചും കൂടി ഒരു നമ്മുടെ സർക്കുലർ ടൈപ്പ്, ഞാൻ ഫോട്ടോ കാണിക്കും, ആ ഒരു ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. എനിക്ക് ഞാൻ ഈ ഡിസൈൻ്റെ അത്ര ഫാനല്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒന്ന്, എനിക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. MI ഔട്ട്ഡോർ സ്പീക്കർ ഒന്നുമില്ല, പക്ഷേ അത് കോസ്റ്റ് മോർ. ഇത് 3000 സംതിങ്ങിന് 3000 സംതിങ്, ബട്ട് സ്റ്റിൽ ഇത് എനിക്കൊന്ന് അത്യാവശ്യം നല്ല ഡീലാണ് 3000-ന്. അപ്പോൾ അത് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോയൽറ്റി ഫ്രീ മ്യൂസിക് എടുത്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ചെക്ക്.
ട്രിബിറ്റിൻ്റെ എക്സ് സൗണ്ട് ഗോ. ആക്ച്വലി ഞാൻ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിൽ ടൈമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീലാണ്. ഒരു 2.2K നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ സ്റ്റിൽ ഒരു 2.8K സ്പെൻഡ് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഇതിനേക്കാളും. ലൈക്ക് ഇതൊരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്കെ, ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ ടു ഗോ. അപ്പോൾ ഇതാണ് ട്രിബിറ്റിൻ്റെ എക്സ് സൗണ്ട് ഗോ. ഞാൻ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ്. ഇത് മേ ബി നമ്മൾ ടോപ്പ് 3 പിക്ക് ചെയ്താൽ ടോപ്പ് 3ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് ഈ പ്രൈസ് റേഞ്ചിൽ. കാരണം നമുക്ക് അധികം കോമ്പറ്റീഷൻസ് ഇല്ല. നിൽക്കുന്ന ബോട്ടിൻ്റെ സൈഡിൽ നിന്നുണ്ട്, ബട്ട് അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ. നിങ്ങൾക്ക് പോർട്ടബിൾ ആണ്, ഓഡിയോ ക്വാളിറ്റി വൈസ് ഭയങ്കര ലൈവാണ്, നല്ലതാണ്. ആൻഡ് ഇറ്റ്സ് കോഴ്സ് റിയലി ഗുഡ് ബേസ്. നല്ല ബേസ് ഉണ്ട്, നല്ല ബേസ് ക്വാളിറ്റി ഉണ്ട്, കൺട്രോൾ ഉണ്ട്. കാരണം സ്പീക്കേഴ്സ് എടുക്കുന്ന പലരും നോക്കുന്നത് ബേസിൻ്റെ ക്വാളിറ്റിയാണ്. ആൻഡ് മോർ ഓവർ ബേസിനേക്കാളും എപ്പോഴും ബുദ്ധിമുട്ട് ഒരു ബഡ്ജറ്റ് സ്പീക്കറിന് വോക്കൽസ് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഞാൻ ബോട്ടിൻ്റെ സ്പീക്കേഴ്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ പ്രശ്നം അത് വോക്കൽസ് നല്ല വൃത്തിക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ഇത് കുറച്ച് ബേസി ആയി സൗണ്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ അടുത്ത് ഞാൻ ബോട്ടിൻ്റെ 1500 അത് സ്റ്റോൺ 700 ഒക്കെ യൂസ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ പ്രോഡക്റ്റ്സാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം ഇതായിരുന്നു, ആ വോക്കൽസ് ക്ലിയർ ആവില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുമ്പം ഈ കാര്യങ്ങളൊന്നുമില്ല. വോക്കൽസ് നമുക്ക് ആ ഒരു പോഡ്കാസ്റ്റ് മോഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വോക്കൽസ് വളരെ ഓക്കെയാണ്. ഈവൻ വിത്ത് എക്സ് സൗണ്ട് ബേസിൽ പോലും വോക്കൽസ് ഓക്കെയാണ്. എനിക്കിതൊരു ക്ലാരിറ്റി ഇഷ്യൂ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ടൈം പോലും ഞാൻ ബേസ് കുറച്ചിടേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് എൻ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. ഓക്കെ.